ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കാതെ നിങ്ങൾ പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് A+ കിട്ടില്ല, ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഷെമീം സാർ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളോട് ആദ്യമേ പറയാണ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വേണം, വീഡിയോ ആയിട്ട് വേണം, അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഷെമീം സാർ അത് വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ചാപ്റ്ററും. നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് ചോദിക്കുന്നത്. പേഡ്, ജൂലിയാർ ലൂണ, ഹച്ചി കി കഹാനി. പേഡ് എന്ന് പറയുന്ന ഒരു കവിതയായിരുന്നു, ജൂലിയാർ ലൂണ എന്ന് പറയുന്ന കഹാനിയാണ്, ഹച്ചി കി കഹാനി എന്ന് പറഞ്ഞ ഒരു കഹാനിയാണ് അല്ലേ. അപ്പൊ ഈ 3 ചാപ്റ്ററിൽ നിന്നായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. അത് കൂടാതെ നമുക്ക് പഠിക്കാത്ത ഒരു പാരഗ്രാഫ്, ഒരു കവിതയെ തന്നിട്ട് അതിൽ നിന്നും ചോദ്യം ഉണ്ടാവും. ഒരു 5 മാർക്ക് അങ്ങനെ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയാ, 4ാമത്തെ കവിത ചിലപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുള്ളൂ, പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ഫസ്റ്റ് ടൈം എക്സാമിന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ സ്കീം ഓഫ് വർക്കിലും 3 ചാപ്റ്റർ മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് ഈ 3 ചാപ്റ്റർ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. പേഡ് എന്ന് പറയുന്നത് കവിതയായിരുന്നു. ആസ്വാദൻ ടിപ്പണി നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. അത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. അത് പഠിച്ചില്ലെങ്കിൽ 4 മാർക്ക് പോയി എന്ന് കൂട്ടിക്കോ. 4 മാർക്ക് പോകാൻ വേറെ എവിടെയും പോകണ്ട. പേഡിന്റെ ആസ്വാദൻ ടിപ്പണി നിർബന്ധമായിട്ടും പഠിക്കുക. അത് തയ്യാറാക്കുമ്പോൾ 3 പാരഗ്രാഫ് ആക്കിയിട്ട് ചെയ്യുക. ആദ്യത്തെ പാരഗ്രാഫിൽ കവിയെക്കുറിച്ച് പറയുക, 2ാമത്തെ പാരഗ്രാഫിൽ ആശയം എന്താണെന്ന് പറയാം, 3ാമത്തെ പാരഗ്രാഫിൽ സന്ദേശം എന്താണെന്ന് പറയാം. അത് നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ചോദിക്കും. അതായത് മരങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടോ, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടോ, പര്യാവരണ സംരക്ഷണം അതായത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്കൊരു പോസ്റ്റർ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി ജൂലിയാർ ലൂണ എന്ന് പറയുന്ന കഹാനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറി, ലെറ്റർ, വാർത്താലാപ് പോലെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റെപ്പട്ടാണ്, പത്രവാർത്തയാണ്. പത്രവാർത്ത നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഈ ചാപ്റ്ററിൽ നിന്നും പത്രവാർത്ത നിങ്ങൾ പഠിക്കാതെ പോകരുത്. പിന്നെ ജൂലിയയുടെ ഡയറി, ജൂലിയ തന്റെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ, ഇതൊക്കെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡയറി അല്ലെങ്കിൽ ലെറ്റർ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. നിങ്ങൾ ഡയറി പഠിച്ചാൽ നിങ്ങൾക്ക് അത് ലെറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും, ലെറ്റർ പഠിച്ചാൽ ഡയറിയിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടിന്റെയും ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഡയറിയുടെയും ലെറ്ററിന്റെയും എന്ത് ചെയ്യണം, ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഏതാണ് ചോദിക്കാൻ പറയാൻ പറ്റില്ല, എങ്കിലും ഏറ്റവും കൂടുതൽ സാധ്യത ഡയറിക്കാണ്. ജൂലിയയുടെ ഡയറി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അത് പഠിക്കാതെ എക്സാം ഹാളിലേക്ക് പോകരുത്. അടുത്തത് ഹാച്ചി കി കഹാനി എന്ന് പറയുന്ന വലിയ ചാപ്റ്റർ, മനോഹരമായ കഥ. നമ്മുടെ ഹാച്ചി എന്ന ആ പട്ടിയുടെ കഥയാണ്. അതിന്റെ ഉടമസ്ഥനുമായിട്ടുള്ള അവരുടെ ആ ഒരു ആത്മബന്ധത്തിന്റെ കഥയാണ്. ഇതിൽ നിന്ന് നമുക്ക് വാർത്താലാപ് ചോദിക്കാം, സംഭാഷണം ചോദിക്കും. ഉറപ്പായിട്ടും ഒരു വാർത്താലാപിനുള്ള സാധ്യത ഈ ഒരു ചാപ്റ്റർ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഡയറി അല്ലെങ്കിൽ ലെറ്റർ, കഹാനിയാണോ കഥയാണോ നമുക്ക് പഠിക്കാനുള്ളത്, ഡയറി അല്ലെങ്കിൽ ലെറ്റർ, ബാത്ചീത്ത്, അത് ഉറപ്പാണ്. അതിലപ്പുറത്തേക്ക് ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് കാര്യമായിട്ട് ചോദിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഈ 3 ചാപ്റ്ററും ഇതേപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 30+ മാർക്ക്, അതായത് 30ൽ കൂടുതൽ മാർക്ക്, ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ കേട്ടോ, 30ൽ കൂടുതൽ മാർക്ക് ഷുവറാണ്. ഓക്കെ, പിന്നെ ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 1 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടല്ലോ. അതും കൂടി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുക, 40 മാർക്ക് എന്ന ആ ഒരു സ്വപ്ന സ്കോറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഷെമീം സാർ ഉണ്ടാവും. നിങ്ങൾ എന്തുകൊണ്ട് പേടിക്കണ്ട, നമ്മുടെ മാരത്തോണുകൾ മിസ്സാക്കി കളയരുത്. അതുപോലെ ചാപ്റ്റർ 1 ഷോട്ടുകളൊക്കെ പോയിട്ടുണ്ട്, അതും മിസ്സാക്കി കളയരുത്. എല്ലാം കാണാം. ഓണം എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഹിന്ദി ഫുള്ള് സെറ്റ് ആവണം. ഓക്കെ, ഓണം എക്സാമിന് മുമ്പേ നമ്മൾ ഫുൾ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവണം. എക്സാമിൻ്റെ അന്ന് രാവിലെ നമുക്ക് മോർണിംഗ് ക്ലാസ് ഒക്കെ ഉണ്ടാവും. മക്കളെ, ഒരു തരത്തിൽ നിങ്ങൾ ഹിന്ദി ആലോചിച്ച് പേടിക്കണ്ട, ഷെമീം സാർ നിങ്ങൾ ഫുൾ മാർക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് തീർച്ചയായും താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.